അസ്സലാമലൈക്കും മക്കളെ, ഞങ്ങൾക്കുള്ള സുഖമല്ലേ. ഞാൻ ഇന്ന് ഒരു കുഞ്ഞു മത്തി വറവിൻ്റെ റെസിപ്പി ആയിട്ടാന്ന് വന്ന് അത് നമുക്ക് കാണാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പ് എല്ലാം ഉണ്ട്. നന്നായി വാടട്ട് പച്ചമണം പോയി. ചട്ടി കണ്ടിട്ടൊന്നും പറയണ്ട. ചട്ടി നല്ല പയപ്പെട്ട ചട്ടിയിലാണ് നല്ല രസം കറി വെച്ചാൽ. ചട്ടിയുടെ കളർ അങ്ങോട്ട് കണ്ടാലും ചട്ടി അടിപൊളി ചട്ടിയാണ്. ഞങ്ങളെ മീൻ കറി വെക്കുന്ന ചട്ടി. മൂടട്ട് വാടട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയെല്ലാം വാടി. അങ്ങനെ നമുക്കിത് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. എന്താ കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ടല്ലോ വറുവിനി. ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട്, മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട്, ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി ഒന്ന് ഇളക്കി നന്നായി ഇത് വാടി. അതിലേക്ക് ഞാൻ പുളി പൊതിർത്തി വെച്ചിട്ടുണ്ടതിന് അതും കൂടി ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി കൂട്ടാം. നന്നായി ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം നമ്മൾ. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടണം. വെളുത്തുള്ളിയും തേങ്ങയും ചതക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. നന്നായി ഒന്നിത് ഇളക്കാം. കുഞ്ഞി മത്തിയല്ലേ, മത്തി ഇട്ടതിന് ശേഷം ഇളക്കാൻ പാടില്ലല്ലോ. ഇത് നന്നായി ഒന്നിത് അടച്ച് വെക്കാം. നമുക്കങ്ങനെ കുഞ്ഞു മത്തി വറവിനിടാം. ഒന്ന് ഇളക്കാൻ പാടില്ല കയ്യിലോട്. അങ്ങനെ നമ്മളെ മീൻകറിയുടെ വറവ് റെഡിയായി. അതിലേക്ക് ഞാനിതാ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് അടച്ച് വെക്കാം. വറ്റിട്ട് കുറച്ച് അങ്ങനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ഇതിൽ വറ്റിട്ട് വറ്റുമ്പോൾ നമുക്ക് കാട്ടിക്കാം. വേഗം ഞാനിപ്പുറം തന്നെ വേഗം കുഞ്ഞുമത്തി കുറച്ച് പൊരിക്കാനിടുന്നുണ്ട്. മാപ്പിളക്ക് പണിക്ക് പോകണം ഇപ്പം. അതുകൊണ്ട് വേഗം തിരക്കിലില്ല പണിയാണിപ്പോൾ ഇത്. കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇടുന്നുണ്ട്. കുറച്ച് തിരക്കായിപ്പോയി പണി. വൈകിട്ടോ മീൻ അങ്ങനെ ഇത് മീൻ പൊരിഞ്ഞിട്ടായിയുടെ മീൻ പൊരിഞ്ഞ് ഇനി നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ മീൻ പൊരിച്ചത് റെഡിയായി. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മക്കളെ, സമയം കൃത്യം 1:30 മണി. ഞങ്ങൾ രണ്ടാളും ചോറ് വയ്ക്കാനിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിചാരിക്കേണ്ട, അതപ്പോൾ ഇവർ തിന്നുന്നത് തന്നെ കാട്ടിക്കുന്നത്. പിന്നെന്താക്കണ്ട മക്കളെ, നമ്മ പരൻ്റെ ഉള്ളിൽ എന്തെന്നാണ് വെക്കുന്നത്, അത് നമ്മൾ രണ്ടാളും ഇരുന്ന് കഴിക്കുന്നു. അത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നല്ല മത്തി വറവ്, കുഞ്ഞു മത്തി പൊരിച്ചത്, ഇന്നലെ വെച്ച ബീറ്റ്റൂട്ട്, ഇന്നലെ വറവാക്കിയതാന്ന് മക്കളെ, ഇന്നത്തേതല്ല. അതേപോലെ ഇന്നലെ ഉണ്ടാക്കിയ ചമ്മന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ. ഞാനും എടുക്കട്ട്. പിന്നെ തൈരും ഉണ്ട്. തൈരും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഇതിൽ വയ്ക്കട്ട് മക്കളെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം വാ, നമുക്ക് കൂടെ ഇരുന്നിട്ട് ചോറ് വയ്ക്കാം. രസമുണ്ടോ നോക്കട്ടെ മക്കളെ. ബിസ്മില്ലാഹി. കുഞ്ഞു മത്തി മുള്ളോടെ തിന്നാ മതി. വൈകുന്നേരത്തെ ചോളാന വെച്ചിട്ട് നമുക്ക് ഒരു ചായൻ്റെ കടിയാക്കാം. അടുപ്പത്ത് വെക്കുന്നുണ്ട്. വേവട്ട് കുക്കർ വെന്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ
ചോള വെന്തോന്നൊന്ന് നോക്കിട്ട് നല്ല ഇതാ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ നമ്മളെ ചോളാനിട ഉലിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. 1 സ്പൂണ് കുരുമുളക് പൊടി, ബട്ടർ, കുറച്ച് ബട്ടർ ഇട്ട് നന്നായി ഒന്നിത് ഇളക്കാം. ഇതിലേക്ക് ഞാൻ 1 മുറി നാരങ്ങ പിഴിയുന്നുണ്ട്. നന്നായി ഇതൊന്ന് ഇളക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. പിന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ടത്. അങ്ങനെ നമ്മുടെ ചോളാനിട റെഡിയായി. ഞാൻ തിന്നു നോക്കട്ടെ മക്കളെ. സൂപ്പർ. പിന്നെ മക്കളെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ കാണണം മക്കളെ, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.